സല്യൂട്ട് സ്നേഹിതരെ. വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നത് 2005-ലാണ്. 2006-ൽ കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപാന്തരപ്പെട്ടു. അതിനകത്ത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും സർക്കാരിൻ്റെ ഇഷ്ടാനുസരണം ഉള്ള 5 or 6 ഉപ വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കണം എന്നാണ് ചട്ടം. 2011-ൽ ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയം IPS-ൽ നിന്ന് രാജിവെച്ചു പോയ ഒരു DIG അദ്ദേഹത്തിനെ വിവരാവകാശ കമ്മീഷണറായി നിയമിച്ചു. അന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിച്ചത് CB മാത്യു സാറിനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് ശ്രീ K നടരാജൻ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം 1985-ൽ പോലീസിൽ കയറിയ വ്യക്തിയാണ്. നേരിട്ട് DYSP റാങ്കിൽ കയറിയ വ്യക്തിയാണ്. വളരെ റെയറായിട്ട് അപൂർവമായിട്ട് അങ്ങനെ DYSP റാങ്കിലേക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ആളുകളെ എടുക്കാറുണ്ട്. ശ്രീ നടരാജന് വളരെയധികം രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. നേരത്തെ എനിക്ക് തോന്നുന്നു SFI-ലോ DYFI-ലോ എവിടേക്കോ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് VS അച്യുതാനന്ദൻ സാറുമായിട്ടും രാഷ്ട്രീയ CPM-ൻ്റെ കക്ഷി നേതാക്കന്മാരുമായിട്ടും CPM പാർട്ടിയുമായിട്ടും ഒക്കെ വളരെയധികം അടുപ്പമുണ്ടായിരുന്നത് കൊണ്ട് കിട്ടിയ പോസ്റ്റാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കാരണം എൻ്റെ കൂടെ കുറേ നാൾ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, എനിക്ക് വളരെ ഇഷ്ടമുള്ള, എന്നെ വളരെ ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ K നടരാജൻ IPS. 1992-ൽ ഞാൻ ആലപ്പുഴ SP ആയിട്ട് പോകുമ്പോൾ DYSP അഡ്മിനിസ്ട്രേഷനായിരുന്നു ശ്രീ K നടരാജൻ. അദ്ദേഹം വന്ന് എനിക്ക് ഒരുപാട് ഗുണം ചെയ്ത് തന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും സഹായിക്കാനും ഒരു വലം കൈ പോലെ കൂടെ നിന്നിരുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. താമസിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും ഞാൻ വളരെയധികം അടുത്തു. ഭാര്യ ഗീത, 2 മക്കൾ, പെൺകുട്ടികൾ, വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അവരുമായിട്ടും, മൂത്ത മോള് ഡോക്ടറാണ്, രണ്ടാമത്തെ മോള് എഞ്ചിനീയറാണ്. മൂത്തയാളുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ അടുത്ത കുടുംബ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ശ്രീ K നടരാജൻ പിന്നീട് എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം വളരെ നല്ല പേര് കേട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ അലിഗേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള കൂറുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നായനാർ സാറ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം മലപ്പുറത്ത് SP ആയിട്ട് കുറേ നാൾ ജോലി ചെയ്തിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിനെതിരെ ചെറിയ അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ കാര്യമായിട്ട് വിശ്വസിച്ചിട്ടില്ല. ശ്രീ K നടരാജൻ DIG ആയിട്ട് പ്രൊമോഷൻ കിട്ടി. റിട്ടയർമെൻറ്റിന് 1 മാസമോ 2 മാസമോ എങ്ങാണ്ട് ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നിയമിതനാകുന്നത്. അപ്പോൾ എനിക്കും സന്തോഷമായിരുന്നു. IPS-ൽ നിന്നുള്ള 2 പേര് വിവരാവകാശ കമ്മീഷനിൽ പോകുന്നുണ്ടല്ലോ. ഒന്ന് CB മാത്യു സാറും പിന്നെ രണ്ടാമത് നടരാജനും പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് നടരാജനോട് പറഞ്ഞ് സാധിക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു സമാധാനവും ധൈര്യവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കുകയാണ് ഞാൻ വിജിലൻസിലേക്ക് 2012 സെപ്റ്റംബറിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫയലുകളുടെ വലിയ ഒരു കൂമ്പാരം അവിടെ ഉണ്ടായിരുന്നു. അത് തീർക്കുന്നതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വന്ന ഒരു വലിയ കേസായിരുന്നു നടരാജൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം. അത് ഞങ്ങളുടെ തന്നെ വിജിലൻസിൽ തന്നെ ജോലി ചെയ്തിരുന്ന കാസർഗോഡ് DYSP ആയിരുന്ന ഒരു കുഞ്ഞൻ, VG കുഞ്ഞൻ എന്ന് പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഏകദേശം 1 മാസത്തിന് ആകാം, ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും ഒരു വലിയ പരാതി എഴുതി വിജിലൻസ് ഡയറക്ടർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു. വിവരാവകാശ കമ്മീഷണർ കുഞ്ഞനെ ഫോണിൽ വിളിച്ചിട്ട് ശല്യപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. എന്നിട്ട് ആ ഒരു ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതിൻ്റെ ചില ഭാഗങ്ങളും ഏതോ ഒരു മുഖ്യ ചാനൽ അത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അന്വേഷണം ഏൽപ്പിച്ചു. അപ്പോൾ ഞാനത് ഡയറക്ടർ വിജിലൻസിനോടും ഗവൺമെൻറ്റിനോടും ഒക്കെ പറഞ്ഞു, സർ ഈ അന്വേഷണം എനിക്ക് ഏറ്റെടുക്കാൻ പ്രയാസമാണ്. കാരണം ശ്രീ K നടരാജൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് എന്നെ ബുദ്ധിമുട്ടിക്കും, അതുകൊണ്ട് എനിക്കത് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും, പക്ഷേ ഞാൻ അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു വിജിലൻസിൽ. ഒന്നുകിൽ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കണം. ഒന്നാമതൊരു DIG ആയിരുന്ന ഒരു IPS ഓഫീസർ, രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ സ്ഥാനമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം എങ്ങനെ SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കും? അതുകൊണ്ട് ശ്രീലേഖ തന്നെ അന്വേഷിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിങ്ങനെ ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും
നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ അത് അന്വേഷണം എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്താണ് ഈ കാര്യമെന്നല്ലേ, അതായത് 2011 സർക്കാർ മാറുന്നതിന് തൊട്ട് മുമ്പായിട്ട് VS അച്യുതാനന്ദൻ സാറ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിരുന്ന TK സോമൻ എന്നു പേരുള്ള ഒരു ആലപ്പുഴക്കാരൻ വ്യക്തിക്ക്, ഒരു എക്സ് സർവീസ്കാരനാണ്, അദ്ദേഹത്തിന് 2.33 ഏക്കർ സ്ഥലം അനധികൃതമായിട്ട് സ്വന്തമായിട്ട് നൽകി എന്നതായിരുന്നു കേസ്. അന്ന് കേരളത്തിൽ നിലവിലൊരു ചട്ടമുണ്ടായിരുന്നു. അതായത് ഈ ഭൂമി ഇല്ലാത്ത എക്സ് സർവീസുകാർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ സ്വന്തമായി ഭൂമി ഇല്ല എന്നുള്ള തഹസീൽദാരുടെയും വില്ലേജ് ഓഫീസറിൻ്റെയും കളക്ടറുടെയും ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ പുറത്ത് 1 ഏക്കർ വരെ വരുന്ന ഏതെങ്കിലും സ്ഥലം സർക്കാരിന് പതിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ചട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടത്തിൻ്റെ പുറത്ത് ഈ TK സോമൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ അപേക്ഷിച്ചപ്പോൾ കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു. അതും കാസർഗോഡ് ജില്ലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് പോരാ, എനിക്ക് കുറച്ചുകൂടെ നല്ല ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞ് എഴുതി മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ വേറെ സ്ഥലം നോക്കാം. അപ്പോൾ അദ്ദേഹം തന്നെ കാണിച്ചു കൊടുത്ത ഒരു 2.33 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലാക്കി കൊടുത്തു എന്നൊരു അലിഗേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഇതിനകത്തുള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, എക്സ് സർവീസുകാർക്ക് ഇതുപോലെ സ്ഥലം കൊടുക്കുമ്പോൾ 1 ഏക്കറിന് താഴെ വരുന്ന സ്ഥലം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. രണ്ടാമത്തത്, അത് യാതൊരു കാരണവശാലും മാറ്റാൻ പാടില്ല, ഏത് സ്ഥലമാണോ സർക്കാർ തരുന്നത് അത് സ്വീകരിച്ചോണം എന്ന ചട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ആദ്യം കൊടുത്ത സ്ഥലം റദ്ദാക്കി വേറൊരു സ്ഥലം, ആദ്യം കൊടുത്തത് കുറച്ച് പാറയൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് പ്രയാസമുള്ള സ്ഥലമായിരുന്നു, അപ്പോൾ അത് മാറി കുറച്ചുകൂടെ കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിൽ കൊടുത്തത് ഇദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ബന്ധു ആയതുകൊണ്ടുള്ള ഒരു പരിഗണനയിൽ കൊടുത്തതായതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പിൽ വരും അത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് എൻക്വയറി 2011 ജൂൺ ആയപ്പോഴേക്കും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഓർഡർ ചെയ്തിരുന്നു. ആ വിജിലൻസ് എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ 2012 എനിക്ക് തോന്നുന്നു ജൂണോ ജൂലൈയോ ഒക്കെ ആയപ്പോൾ ഏകദേശം 1 വർഷത്തിന് ശേഷം ഒരു FIR ഇടാൻ പറഞ്ഞ ഓർഡർ വരികയും അങ്ങനെ FIRനകത്ത് ശ്രീ VS അച്യുതാനന്ദൻ മാത്രമല്ല, അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ രാജേന്ദ്രൻ, അദ്ദേഹം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സുരേഷ് എന്നുകൊണ്ടൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഷീല തോമസ് മാഡം, ഇവരെല്ലാവരും പ്രതികളാണ് ആ കേസിൽ. അപ്പോൾ ആ കേസ് FIR ഇട്ടപ്പോൾ തൊട്ട് ഈ ശ്രീ നടരാജൻ അതിനെപ്പറ്റി വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആൾ കുഞ്ഞൻ ആയിരുന്നു, VG കുഞ്ഞൻ എന്ന് പറയുന്ന DYSP ആയിരുന്നു. അപ്പോൾ DYSP ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, എന്താണ്, അയ്യോ VSനെ പ്രതിയാക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം വിളിച്ച് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 10-12 പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞൻ അത് റെക്കോർഡ് ചെയ്യാം എന്നുള്ളൊരു ആശയം മനസ്സിൽ തോന്നി. അത് റെക്കോർഡ് ചെയ്യുകയും അങ്ങനെ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ ഒരു ചാനലുകാർക്ക് ലീക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട് എഴുതി ഡയറക്ടർ വിജിലൻസിനും ഗവൺമെൻറ്റിനും കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് മാറി മാറി വരുന്ന സർക്കാർ ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന എല്ലാ അപാകതകളും അന്വേഷിക്കാനായിട്ട് എന്തെങ്കിലും വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യും. കുറച്ച് കഴിഞ്ഞൊരു 5-6 വർഷമൊക്കെ അതിങ്ങനെ നീണ്ടു പോകും. കുറച്ച് കഴിഞ്ഞൊരു കേസ് എടുക്കും. ചിലപ്പോൾ ആ കേസും ഇങ്ങനെ നീണ്ടു പോകും. വീണ്ടും മറ്റേ സർക്കാർ മാറി വരുമ്പോൾ അതെല്ലാം കൂടെ എഴുതി തള്ളും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രക്രിയ നിരന്തരം നടക്കുന്നതാണ് വിജിലൻസിൽ. അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ ശ്രീ നടരാജൻ അങ്ങനെ വെപ്രാളം പിടിച്ചിങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കുഞ്ഞിനെ. പക്ഷെ എനിക്ക് തോന്നുന്നു നടരാജന് കുഞ്ഞിനുമായിട്ട് അറിയാമെന്നുള്ളത്, അടുപ്പമുണ്ടായിരുന്നു. അവർ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞൻ DYSP ആണ്, നടരാജൻ DIG ആയിട്ട് റിട്ടയർ ചെയ്ത ഓഫീസറാണ്. രണ്ടുപേരും തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞിനെ വിളിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊരു വലിയ സംഭവമായി മാറി. കാരണം ഈ ഒരു അഴിമതി കേസിൽ പെട്ട മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായിട്ട് ഒരു ഇൻഫർമേഷൻ കമ്മീഷണർ സ്ഥാനത്തിരിക്കുന്ന, അതായത് ജഡ്ജിയുടെ അധികാരം ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ ഫോണിൽ നിന്ന് വിളിച്ച് കുഞ്ഞിനെ ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിയാക്കാൻ പറ്റില്ല, അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹം ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകാനായിട്ട് അനുവദിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഒരു മിസ്കോണ്ടക്റ്റ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. വിവരാവകാശ നിയമത്തിൻ്റെ ഒരു സെക്ഷൻ അനുസരിച്ച് വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത് സർക്കാരിൻ്റെ റെക്കമെൻഡേഷനിൽ ഗവർണർ ആണെങ്കിലും സുപ്രീം കോടതിയുടെ അനുവാദം ഇല്ലാതെ അവരെ മാറ്റാൻ പറ്റില്ല എന്നൊക്കെയുള്ള വളരെ കർശനമായ ഉപാധികളൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും മിസ്കോണ്ടക്റ്റോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് തൽക്കാലത്തേക്ക് സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം കൊണ്ടുവരികയും സുപ്രീം കോടതിക്ക് ഈ കാര്യം സത്യസന്ധമാണ് എന്ന അന്വേഷണത്തിൽ ബോധ്യമായാൽ
ഈ വിവരാവകാശ കമ്മീഷണറെ തൽസ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ടുള്ള അധികാരവും ഒക്കെയാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു അന്വേഷണം നടത്താനായിട്ട് എനിക്ക് തന്നിരുന്നത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 1 മാസത്തിനകം അല്ലെങ്കിൽ 45 ദിവസത്തിനകം മാക്സിമം ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കണമെന്നാണ്. ഒരു അന്വേഷണം നടത്തി പെട്ടെന്ന് ക്വിക്കായിട്ടൊരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പഴയ വിജിലൻസിൻ്റെ ഒരു പ്രിലിമിനറി എൻക്വയറി പോലെയാണ്. ഈ കാര്യം നിൽക്കുമോ ഇല്ലയോ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തതാണോ അല്ലയോ, തുടർ നടപടികൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അന്വേഷിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണം നടത്താനാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫയലുകൾ ഡിസ്പോസ് ചെയ്യുന്ന പഴയ ഫയലുകൾ, ഇങ്ങനെ കൂമ്പാരം പിടിച്ച് കിടക്കുന്ന 20 വർഷത്തെ 30 വർഷത്തെ ഫയലുകളൊക്കെ ഉണ്ടായിരുന്നത് ഓരോന്നോരോന്നായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ സമയബന്ധിതമായി തീർക്കാനുള്ള ഒരു ഫയലായിട്ട് ഇതും എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അന്ന് കുഞ്ഞനെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ കുഞ്ഞനോട് ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ആവശ്യമില്ലാത്ത കാര്യം എന്തിനാണ് ചെയ്യുന്നത്? അതുമല്ല, റെക്കോർഡ് ചെയ്ത കാര്യം എന്തിനാണ് പത്രക്കാരോടൊക്കെ ലീക്ക് ചെയ്ത് കൊടുക്കുന്നത്? ഒരു റിപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് തന്നിരുന്നത് നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ TV ചാനലിലൂടെ കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അയാൾ അന്ന് ചാടി എണീറ്റു എൻ്റെ മുന്നിൽ നിന്നൊരു DYSP ഒരു ADGPയുടെ മുമ്പിൽ ചാടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കും നടരാജനും തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾ നടരാജനെ രക്ഷിക്കും, നിങ്ങളെ അന്വേഷണം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കൂല, ഞാനത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാനായിട്ട് ബഹളം വയ്ക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ബഹളമൊക്കെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ ഇറങ്ങിപ്പോയി. ഇപ്പം ഞാനൊരു ചെറിയ ഉരസലിലാണ് അന്വേഷണം ആരംഭിച്ചത്. അതായത് ഈ പരാതി തന്ന DYSPയോട് എനിക്കൊരു ശകലം വിരോധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിരോധത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ നേരെ പോയി മനോരമ പത്രത്തിൽ ഈ വാർത്ത കൊടുത്തു. പിറ്റേ ദിവസത്തെ മനോരമ പത്രത്തിൽ വലിയ വാർത്തയായിട്ട് കോളം ന്യൂസായിട്ട് വന്നു. ADGP DYSP കുഞ്ഞനെ വഴക്ക് പറഞ്ഞു, ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു, താൻ പോടോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. എന്നിട്ട് ഒരു കാർട്ടൂൺ പോലെ പടവും വരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വനിതാ ഓഫീസർ യൂണിഫോമൊക്കെ ഇട്ട്, വിജിലൻസിൽ ഞങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇടണ്ട, പക്ഷേ എന്നാലും യൂണിഫോം ഇട്ട ഒരു വനിതാ IPS ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പടമൊക്കെ വരച്ചിട്ട് ഞാൻ കൈ ചൂണ്ടിക്കൊണ്ട് അയാളെ നോക്കി എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന ഒരു പടവും, അയാൾ തിരിച്ചെന്നെ ഇങ്ങോട്ട് ഓ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന വേറൊരു പടവും ഒക്കെ ആയിട്ട് അങ്ങനെ മനോരമ ഒരു വലിയ കഥയാക്കി അത് പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറാണ്. പലയിടത്തുനിന്നും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നടരാജൻ ശ്രീലേഖയുടെ സുഹൃത്താണല്ലേ, അപ്പോൾ ആണോ, അപ്പോൾ ശ്രീലേഖ ശരിക്കും അന്വേഷിക്കുമോ, സത്യസന്ധമായിട്ട് അന്വേഷിക്കുമോ, ഞാൻ നടരാജൻ്റെ വീട്ടിൽ ശ്രീലേഖ പോയിട്ടില്ലേ, മോളുടെ കല്യാണത്തിന് പോയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ സത്യസന്ധമായിട്ട് അന്വേഷിക്കും, അയാളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി തരും, ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി തരും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഒരു ഉദ്യോഗസ്ഥ, ഒരു നീതിബോധമുള്ള ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി തന്നെ ചെയ്യും എന്നുള്ള മട്ടിൽ ഞാൻ മറുപടി പറയുകയും അങ്ങനെ അവസാനം റിപ്പോർട്ട് 45 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഞാൻ ആ CD ഒക്കെ കേട്ടു. അതായത് ഈ കുഞ്ഞനുമായിട്ട് നടരാജൻ സംസാരിച്ച സംഭാഷണമൊക്കെ കേട്ടപ്പോൾ എനിക്ക് നടരാജൻ്റെ ശബ്ദം നല്ലപോലെ അറിയാം, എത്രയോ വർഷമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലപോലെ മനസ്സിലായ നടരാജൻ തന്നെയാണെന്നുള്ള. കുഞ്ഞൻ്റെ ശബ്ദത്തിൽ മാത്രമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് തന്നെയാണെന്ന് അയാൾ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെതിരെയാണോ അന്വേഷണം എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ച് അന്വേഷിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ്റെ നിയമങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പാടില്ല. ആർക്കെതിരെയാണോ അന്വേഷണം എന്ന് പറഞ്ഞാൽ അയാളെ ഒരു കാരണവശാലും വിവരം അറിയിക്കരുത്. ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് എവിഡൻസും ഇതിൽ കളക്ട് ചെയ്യാൻ പാടില്ല. അതായത് CD കൊടുത്ത് ഫോറൻസിക് എക്സാമിനേഷൻ നടത്താൻ പാടില്ല. അപ്പം അത് ഈ ഫോണിൽ നിന്ന് തന്നെ എടുത്താണോ ചെക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രിലിമിനറി എൻക്വയറി പോലെ നടത്തി കൊടുക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാനത് എൻക്വയറി എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, നടരാജനാണ് വിളിച്ചിരിക്കുന്നത്, കുഞ്ഞനെയാണ് വിളിച്ചിരിക്കുന്നത്, ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഡേറ്റിൽ ഇത്ര സമയം വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രതിസ്ഥാനത്തുള്ള ശ്രീ VS അച്യുതാനന്ദനെ റിമൂവ് ചെയ്യണം, മാറ്റണം, പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റണം, സഹായിക്കണം എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് അച്ചടക്ക ലംഘനമാണ്. അത് ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു കൃത്യവിലോപവും ഒരു മിസ്കോണ്ടക്റ്റും ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് എഴുതി കൊടുത്തു. അപ്പോൾ അത് ഡയറക്ടർ നോക്കിയിട്ട്, ഡയറക്ടറും അദ്ദേഹം വേണുഗോപാൽ കെ നായർ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീലേഖ ഇങ്ങനെ റിപ്പോർട്ട് എഴുതുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല, കാരണം ശ്രീലേഖ നടരാജനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ളതല്ലേ, അല്ല ഇങ്ങനെ നടരാജനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് എഴുതുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല, റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സത്യസന്ധമായിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഒന്ന് തിരുത്തി തരുമോ ഇതിനകത്ത്, ഈ മേ ബി
പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ ടെമ്പററിലി ടിൽ എൻക്വയറി ഈസ് ഓവർ എന്നുള്ള മട്ടിലും കൂടെ എഴുതണം. അതെനിക്ക് എഴുതാൻ പറ്റില്ല, അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് തന്നെ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതെനിക്ക് തിരിച്ചു തരികയും അങ്ങനെ ഒരു ഡയറക്ടർ പറഞ്ഞത് കൊണ്ട് ഞാൻ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നടരാജനെ ഒക്ടോബർ ആദ്യം സസ്പെൻഡ് ചെയ്തു. അച്ചടക്ക ലംഘനം നടത്തി എന്ന് പറഞ്ഞത് മിസ്കോണ്ടക്റ്റ് നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് സ്വഭാവ ദൂഷ്യം, ഔദ്യോഗിക പദവിയിലിരിക്കെ സ്വഭാവ ദൂഷ്യം കാണിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ്റെ പുറത്ത് സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കത്തെഴുതി അയച്ച് ഗവർണർ അന്ന് ഭരദ്വാജ് അദ്ദേഹമായിരുന്നു ഗവർണറായിരുന്നത്. അദ്ദേഹം സസ്പെൻഡ് ചെയ്തു നടരാജനെ സർവീസിൽ നിന്ന്. അത് നടരാജന് ഭയങ്കര ഷോക്കായി. കാരണം നടരാജൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഞാനാണ് അന്വേഷിക്കുന്നത്, അതുകൊണ്ട് നടരാജനെ ഒരു കാരണവശാലും ഞാൻ ദ്രോഹിക്കില്ല എന്നുള്ള മട്ടിൽ സമാധാനമായിട്ട് നടരാജൻ ഇരുന്ന് കാണണം. കാരണം അതിന് ശേഷം പിന്നീട് നടരാജൻ്റെ വൈഫോ മക്കളോ ആരും എൻ്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റും നടത്തിയിട്ടില്ല. പിന്നെ മിണ്ടിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ടപ്പെന്ന് പറഞ്ഞ ആ ഒരു ബന്ധം നിന്നു. അപ്പോൾ ഞാൻ പണ്ടൊരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവുമെന്ന്. ഇത് എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധുവിനെ ഞാൻ CBI ഇരിക്കുമ്പോൾ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. എൻ്റെ അമ്മാവൻ്റെ വൈഫിൻ്റെ അനിയനാണ്, സ്വന്തം അമ്മാവൻ്റെ, അമ്മയുടെ അനിയൻ, അമ്മാവൻ്റെ വൈഫിൻ്റെ അനിയന് ഒരു CBI കേസിൽ അറസ്റ്റ് വാറൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ആളെ പോയി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ഒരാളാണ്. അന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ആളുടെ ഒരു ബന്ധുവിനെ നീസിനെ കല്യാണം കഴിച്ച വളരെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്ന കശുവണ്ടി എക്സ്പോർട്ടറൊക്കെ ആയിരുന്ന ഒരാളാണ് ഞാൻ പോയി അറസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ബന്ധുവാണ്. അതുവരെ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന പല ബന്ധുക്കളും എൻ്റെ നേരെ എതിരെ തിരിഞ്ഞ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരുന്നു അന്ന്. പക്ഷെ എന്നാലും എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഒഫീഷ്യൽ ഡ്യൂട്ടീസ് അല്ലെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്, സത്യസന്ധമായിട്ട് ജോലി ചെയ്യണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ആളായിരുന്നത് കൊണ്ട്. അപ്പോൾ ഇതിനകത്തും എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇടയ്ക്കിടയ്ക്ക് തോന്നും. പാവം നടരാജൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടി പോയി. ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കുള്ള പോസ്റ്റാണല്ലോ, 5-4 വർഷത്തേക്കുള്ള പോസ്റ്റാണ്. അപ്പം അങ്ങനെ ഇരിക്കാവല്ലോ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ഇരുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗമയില്ലേ, നല്ലൊരു പദവിയിലിരിക്കുമ്പോൾ, ജഡ്ജിയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റസ് അല്ലേ. അപ്പം അങ്ങനെ നിൽക്കേണ്ട ഒരു വ്യക്തിയെ ഈ ഒരു അവസ്ഥയിൽ സസ്പെൻഡ് ചെയ്ത് പിന്നീട് അത് ഹൈക്കോടതിയിലൊക്കെ നടരാജൻ പോയി. പക്ഷേ ആ അപ്പീൽ തള്ളി. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതിയും അത് അംഗീകരിച്ചു. അങ്ങനെ എവിഡൻസ് വളരെ ക്ലിയർ ആണ്. അപ്പം കുഞ്ഞിനോട് എനിക്ക് എന്തുമാത്രം ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിലും നടരാജനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചില മനസ്സിനെ നോവുന്ന കാര്യങ്ങൾ നമ്മൾ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ ഇല്ല. ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമമാണ്. സർക്കാർ സംവിധാനങ്ങളും വിജിലൻസും പോലീസും എല്ലാം നിലനിൽക്കുന്നത് രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് അടിയിലാണ്, അതിൻ്റെ അടിമയായിട്ടാണ് നിൽക്കുന്നത്. രാഷ്ട്രീയക്കാരെന്ത് പറയുന്നോ അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെന്ത് അനുശാസിക്കുന്നോ അതനുസരിച്ച് അതിന് വിധേയമായി പ്രവർത്തിക്കുക എന്നതാണ് എല്ലാ ഉദ്യോഗസ്ഥരുടെയും കടമയും കർമ്മവും. അതുകൊണ്ട് ഇപ്പോൾ IPS ഒക്കെ എടുക്കുന്ന വളരെ നല്ല കാര്യമാണ്. വളരെ മിടുക്കരായിട്ടുള്ളവർക്കൊക്കെയാണ് IPS-ഉം IAS-ഉം ഒക്കെ കിട്ടുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓരോ കാര്യവും. നമ്മളോട് നിർദ്ദേശിക്കും, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണമെന്ന് പറയും. വളരെ കഷ്ടപ്പെട്ടിപ്പം ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടുള്ള ചില കേസ് ഫയലുകളൊക്കെ കോടതിയിൽ കാണാതെ പോലും പെട്ടെന്ന് അത് വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. കോടതിയുടെ മുമ്പിൽ പോലും അത് വരില്ല. നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? എത്രയോ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് കുറേ നാളുകൾ കുത്തിയിരുന്നൊക്കെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊണ്ടുപോയി ട്രയൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ഓർഡർ വരുന്ന ഈ കേസ് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗവൺമെൻറ് അങ്ങനെ ചെയ്യാമല്ലോ, കേസുകൾ പിൻവലിക്കാം. അപ്പം അങ്ങനെ ചില രാഷ്ട്രീയ കേസുകൾ പിൻവലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവിൻ്റെ ബേസിസിലെ പിൻവലിക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കോടതിയും അത് തടയാറില്ല. പിന്നെ അതുപോലെ പത്രങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങി ഒരു എൻക്വയറി ഓർഡർ ചെയ്ത് അത് പത്രങ്ങൾ ചിലപ്പോൾ സ്വാധീനം ചെലുത്തിയിട്ട് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ സമ്മർദ്ദമുണ്ട്. പത്രങ്ങളുടെ സമ്മർദ്ദം ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല. പക്ഷേ എന്നാലും സർക്കാരിൻ്റെ സമ്മർദ്ദം തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടുപോയി എന്ന് പറയാനുള്ളൂ. കാരണം വേറൊരു ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് നടരാജൻ എന്തുകൊണ്ടോ എന്നെ വിളിച്ച് പറയാൻ തോന്നാതെ കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെയാണ് വിളിച്ചിരുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽ എനിക്ക് അതങ്ങ് തീർക്കായിരുന്നു. പക്ഷേ കുഞ്ഞിനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അയാൾക്കും ദേഷ്യം വന്നിട്ട് ഒരു പരാതിയായി കൊടുത്തതും പത്രത്തിലൂടെ അത് പുറത്തു വന്നതും
അങ്ങനെ എന്തോ കഷ്ടകാലം കൊണ്ട് നടരാജൻ്റെ ഭാവി എന്ന് പറയുന്നത് അതോടുകൂടി ഇല്ലാതായി, ഔദ്യോഗിക ഭാവി. പക്ഷെ അദ്ദേഹം ഇപ്പോൾ മകൾക്കൊപ്പം ബാംഗ്ലൂർ ഫാമിലിയുമായിട്ട് താമസിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നല്ലത് വരട്ടെ എല്ലാവർക്കും. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ വിജിലൻസിലിരുന്നും പോലീസിലിരുന്നും ചെയ്യാൻ വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു കഥയും കൂടെ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പങ്കുവച്ചതാണ്. സസ്നേഹം, ശ്രീലേഖ.